എന്നാര് പറഞ്ഞു? മുക്തി നിത്യമാണെന്ന് ശ്രുതി ബോധിച്ചപ്പോൾ ശ്രോതാവ് ഗ്രഹിച്ചു മുക്തി നിത്യമാണ്, അത് തന്റെ സ്വരൂപമാണ് എന്നവൻ ഗ്രഹിച്ചു കഴിഞ്ഞു. ഈ ബോധം ഇതാണ് പറയുന്നത്. അത് വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല എന്ന് പറയുന്ന ഈ ബോധത്തെക്കുറിച്ചാണ്. താൻ മുക്തനാണെന്ന് ഉണ്ടായ ബോധം, തന്റെ സ്വരൂപം നിത്യമുക്തമാണെന്നുള്ള ബോധം. ഇത് അജ്ഞാനനാശമാണ് എന്നാണ് പറയുന്നത്. ശരി, ഇനി വീണ്ടും ഇതിൽ നിന്ന് മാറി വീണ്ടും താൻ വിസ്മൃതനായി വീണ്ടും താൻ അജ്ഞാനങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ മാനസികമായ ശ്രവണ മനനാദികളെല്ലാം നിങ്ങൾക്കാകാം. അത്തരം പരിശ്രമങ്ങളെല്ലാം ആകാം. അവിടെ ഞാനിപ്പോൾ ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചാലേ എനിക്ക് ചിന്തിക്കാൻ പറ്റും. അത്തരം വിചാരങ്ങളെല്ലാം അഭ്യാസങ്ങളെല്ലാം കർത്തൃതന്ത്രമാണ്, കർത്തൃ അധീനമായ അഭ്യാസങ്ങളാണ്. അവിടെയൊക്കെ താൻ ഇച്ഛിച്ച് പ്രവർത്തിക്കുകയാണ്. എനിക്ക് തത്വം വീണ്ടും മനനം ചെയ്യണം, തത്വം വീണ്ടും ശ്രവിക്കണം, തത്വത്തെ നിശ്ചയിക്കണം. അവിടെയെല്ലാം പുരുഷതന്ത്രമായി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അതെപ്പോഴാണോ അറിവ് പ്രമാണജന്യമാകുന്നത് അവിടെ പുരുഷന് യാതൊരു സ്ഥാനവുമില്ല. നഹി കർമ്മ തമോഹന്തി അതിന് പറയുന്നു. ഒരിക്കലും തമസ്സിന് കർമ്മത്തെ നശിപ്പിക്കാൻ, തമസ്സിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇരുളിൽ നിന്നും ഉണ്ടായ ഒരു വസ്തുവിന് ഇരുളിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇരുളിൽ നിന്നും ഉണ്ടായ പിശാചിന് ഇരുളിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പിശാചുണ്ടായ ഇരുളിൽ നിന്നാണ്. ആ പിശാചിന് ഇരുളിനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം പിശാചിനെ നിലനിർത്തുന്നത് ആ ഇരുളാണ്. ആ വെളിച്ചം കൊണ്ടേ പറ്റും. അപ്പോൾ ആ വെളിച്ചമാണ് ശ്രോതാവിന്റെ ഉള്ളിൽ ശ്രുതി പ്രകാശിപ്പിച്ചത്. അതുകൊണ്ടവിടെ ഇരുള് പോയി കഴിഞ്ഞു. ഇനി അത് മാറ്റുന്നതിന് വേണ്ടി കർമ്മത്തിന്റെ ആവശ്യം ഇല്ല. ചുരുക്കത്തിൽ ഇവിടെ പറയുന്നത്, അദ്വൈതി പറയുന്നത്, ആ ശ്രവണത്തിൽ തന്നെ ബോധം ഉണ്ടാകുന്നു. അത് ഏത് തരത്തിലായാലും ശരി, ആ ബോധം ഉണ്ടാകുന്ന അതിന്റെ സ്വഭാവം അനുസരിച്ച് ആണ് പിന്നീട് ശ്രവണാദി സാധനങ്ങളെ അപേക്ഷിക്കുന്നത് എന്ന്. അതാണ് പറയുന്നതിന്റെ താല്പര്യം. അല്ലാതെ അവിടെ കർമ്മത്തിന് യാതൊരു കാര്യമില്ല. അതിന് ഇരുളിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അത് ഇരുളിനെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അവിദ്യേക ഉദ്ഭവത്വം സ്യാത് വിദ്യവിജ്ഞാനകർമ്മണോഹോ മേകാത്മ്യ അനിരോധിത്വം തഥാപി അതിശയോ ധിയഃ. വേറൊരു കാര്യം പറയുന്നു. നിങ്ങളീ പറയുന്ന ഈ അറിവ് ഉണ്ടാകണമെങ്കിൽ ശരി, താൻ നിത്യമുക്തൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ശ്രുതി വേണം. അതെന്താ? ശബ്ദം. ആ ശബ്ദം എന്താ ആകാശത്തു നിന്ന് പൊട്ടി വീണമല്ല, ഒരാൾ ഉച്ചരിച്ച ശബ്ദമാണ്. ഒരാൾ അയാളുടെ വാഗിന്ദ്രിയം കൊണ്ട് ഉച്ചരിച്ചാണ് ആ ശബ്ദം. അല്ലെങ്കിൽ നമുക്ക് പറയാം അത് ആരെങ്കിലും എഴുതി വെച്ചതാണ്. അത് ഇന്നിപ്പോൾ നമ്മൾ കേട്ടില്ലല്ലോ, വായിച്ചല്ലേ മനസ്സിലാക്കുന്നു. ഇപ്പൊ വായനയെല്ലാം പോയി വീണ്ടും കേൾവിയിലേക്ക് വന്നു. ഒരു കാലത്ത് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വായന ഉണ്ടായിരുന്നില്ല. പിന്നെ അത് പോയി, വായനയുടെ കാലം വന്നു. പിന്നെ കേൾവി പോയി, ലിപികളായി. ലിപികൾ ശബ്ദത്തിന്റെ സ്മാരകങ്ങളായി. അപ്പൊ ശബ്ദം ബാഹ്യമായി കേട്ടില്ലെങ്കിൽ ഉള്ളിൽ കേൾക്കാൻ തുടങ്ങി. ആ എന്ന് ലിപി കാണുമ്പോൾ ഉള്ളിൽ ആ എന്നുള്ള ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. അങ്ങനെ മാറ്റം വന്നു.
ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു? വായന പോയി മനുഷ്യന്. വീണ്ടും പഴയതുപോലെ ശബ്ദത്തിലേക്ക് വന്നു. പുതിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളിപ്പോൾ കേൾക്കുകയാണ്, വായിക്കാറില്ല. അപ്പോൾ അത് ഏത് രീതിയിലായാലും ശരി അവിടെ ശബ്ദത്തെ ആശ്രയിക്കുന്നു. ശബ്ദത്തെ ആശ്രയിക്കുന്നെങ്കിൽ പറഞ്ഞു തരാൻ ഒരാൾ വേണം. ഇനി കേൾക്കുന്ന എനിക്ക് ശ്രോതാവിനാണെങ്കിലോ എനിക്ക് ബുദ്ധി വേണം, ഇതിനെ ഗ്രഹിക്കുന്നതിനുള്ള മനസ്സ് വേണം. പിന്നെ ഞാൻ ഇത് കേൾക്കുന്നത് ഈ ശരീരാത്മബുദ്ധിയിൽ ഇരുന്നുകൊണ്ടാണ്. അല്ലാതെയാണോ ഇത് കേൾക്കുന്നത്? ശരീരബോധത്തോടുകൂടി ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പരമാർത്ഥത്തെ ബോധിച്ചത്. ശരീരബോധത്തോടുകൂടി ഇരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ശ്രോതാവാണ്. ഇവിടെയെല്ലാം അവിദ്യയല്ലേ ആശ്രയിക്കുന്നു. ജ്ഞാനവും ആശ്രയിക്കുന്ന അവിദ്യയാണ്. ശരീരാത്മബോധം ഇത് അവിദ്യയാണ്. ഈ പ്രപഞ്ചപ്രതീതി ഇത് അവിദ്യയാണ്. ആ പ്രപഞ്ചപ്രതീതിയിലാണ് എനിക്ക് വേദത്തിന്റെ പ്രതീതി ഉണ്ടായത്, ഗുരുവിന്റെ പ്രതീതി ഉണ്ടായത്, ഉപദേശത്തിന്റെ ശബ്ദത്തിന്റെ പ്രതീതി ഉണ്ടായത്, ഞാൻ ശ്രോതാവെന്നുള്ള പ്രതീതി ഉണ്ടായത്. ഇതെല്ലാം അവിദ്യയാണ്. അപ്പൊ അവിദ്യ ആശ്രയിച്ചിട്ടാണ് നിങ്ങളീ പറയുന്ന ബോധം ഉണ്ടാകുന്നത്. അവിദ്യയാണ് ശബ്ദരൂപത്തിൽ എൻ്റെ ഉള്ളിലേക്ക് വന്നത്, തത്വമസി. ആ വിദ്യ ആശ്രയിച്ചിട്ട്, പൂർണ്ണമായി ആശ്രയിച്ചിട്ടാണ് എൻ്റെ ഉള്ളിൽ വന്നത് അഹം ബ്രഹ്മാസ്മി. സർവത്ര അവിദ്യ ആശ്രയിച്ചിട്ടല്ലേ ഇത് സംഭവിക്കുന്നത്. ഇനി ഞാൻ പ്രവർത്തിക്കുന്നു, കർമ്മം ചെയ്യുന്നു, ഞാൻ കർത്താവാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു, അത് അവിദ്യ ആശ്രയിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നു, അത് വൈദികമോ ലൗകികമോ ആയ എല്ലാ കർമ്മങ്ങളും എൻ്റെ പ്രതീതിയെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഈ അവിദ്യാപ്രതീതിയെ ആശ്രയിച്ചിട്ട് നിൽക്കുകയാണ്. എന്താ? നിത്യശുദ്ധ മുക്തൻ എന്ന ബോധത്തിലാണ് കർമ്മം ചെയ്യുന്നതല്ല. അവിടെ പിന്നെ കർമ്മം എങ്ങനെ നടക്കും? അപ്പോൾ അവിദ്യ ആശ്രയിച്ചിട്ട് ആണ് ഈ ബോധം വരുന്നത്, അവിദ്യ ആശ്രയിച്ചിട്ടാണ് കർമ്മം വരുന്നത് എന്നിരിക്കെ അവിദ്യ ആശ്രയിച്ചുള്ള ബോധം കൊണ്ട് അറിവില്ലായ്മ നശിക്കുന്നു. അതേ അവിദ്യ ആശ്രയിച്ചുള്ള കർമ്മം കൊണ്ട് അത് നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും. നേരത്തെ പറഞ്ഞല്ലേ, ശ്രുതി ശ്രവിച്ചു, ഏതെങ്കിലും തരത്തിൽ തത്വമസി എന്നുള്ളിൽ ബോധമുണ്ടായി, അഹം ബ്രഹ്മാസ്മി എന്ന് ബോധമുണ്ടായി, തന്റെ പരമാർത്ഥത്തെ ബോധിച്ചു, തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ നശിച്ചു എന്ന് പറയാമെങ്കിൽ ഞാൻ വളരെ വാശിയോടുകൂടി അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുന്നു. ഇതിനൊരു കർമ്മമാണല്ലോ, ഇതൊരു കർമ്മമായിട്ടെടുക്കുന്നു. ഇത് കൊണ്ട് ഇതിന്റെ ഫലമായി എന്തുകൊണ്ട് ബോധം ഉണ്ടായിക്കൂടാ? രണ്ടും അവിദ്യയാണല്ലോ. നിങ്ങളൊന്നുകൊണ്ട് അജ്ഞാനനാശത്തെ അംഗീകരിക്കുകയും മറ്റൊന്നുകൊണ്ട് അജ്ഞാനനാശത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ശബ്ദശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു, നശിക്കുന്നു. മറ്റൊന്ന് കർമ്മം കൊണ്ട്, മാനസിക ആവൃത്തി അഭ്യാസം കൊണ്ട് ബോധമുണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു. കർമ്മം കൊണ്ട് ബോധം ഉണ്ടാകുക, അജ്ഞാനം നശിക്കുന്നു. ശ്രവണം കൊണ്ട് ബോധം ഉണ്ടാകുക, അജ്ഞാനം നശിക്കുന്നു. ഇതിലൊന്നിനെ നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ, മറ്റൊന്നിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് പറയുന്നു? അവിദ്യ ഏകോദ്ഭവത്വം സ്യാത് യദ്യപി ജ്ഞാനകർമ്മണോഹോ. ജ്ഞാനവും കർമ്മവും രണ്ടും അവിദ്യേകോദ്ഭവം, രണ്ടും അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സമ്മതിക്കുന്നു. അദ്വൈതം പറയും, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കർമ്മം ഏത് കർമ്മമായാലും ശരി, മാനസികമായ കർമ്മമായാലും ശരി, കായികമായ കർമ്മമായാലും ശരി, ആന്തരികമായ കർമ്മമായാലും ശരി, ബാഹ്യമായ പ്രവൃത്തിയായാലും ശരി, അത് അവിദ്യയിൽ നിന്നുണ്ടായത് തന്നെ.
നീ പറയുന്ന ജ്ഞാനം, തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഈ ജ്ഞാനവും ഈ അവിദ്യയിൽ നിന്നുണ്ടാകുന്നതാണ്. രണ്ടും അവിദ്യാകാര്യം തന്നെ സമ്മതിക്കുന്നു. എന്നാലും ജ്ഞാനത്തിനെന്താ വിശേഷത? മേ ഏക ആത്മ്യാനുരോധിത്വം. ഇത് അജ്ഞാനം നശിക്കുന്നു, അജ്ഞാനം നശിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിനൊരു വിശേഷതയുണ്ട്. സർവത്ര ജ്ഞാനത്തിനൊരു വിശേഷതയുണ്ട്. ഇത് പുസ്തകം എന്നുള്ളൊരു ബോധം എന്നിലുണ്ടാകുമ്പോൾ ജ്ഞാനത്തിന്റെ മാത്രം ഒരു സവിശേഷതയാണ്. ഈ ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് പുസ്തകം എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ പുസ്തകത്തിനെ പറയുന്നു മേയം. അത് ജ്ഞാനം അതിനെ വിഷയീകരിക്കുന്നു. അത് ജ്ഞാനത്തിന്റെ ഒരു സവിശേഷതയാണ്. അതിന് മേയം എന്ന് പറയുന്നത് മാനത്തിന് വിഷയമായതുകൊണ്ടാണ്, പ്രമാണത്തിന് വിഷയമായതുകൊണ്ടാണ്. ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്ന ആ ഇന്ദ്രിയത്തിന് അത് വിഷയമായതുകൊണ്ടാണ്. ആ മേയം എന്ന് പറയുന്നത് മാനത്തിന് വിഷയമായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം അതുമായി സമ്പർക്കത്തിലാക്കിയിട്ട് അത് നിമിത്തമായി ഉള്ളിൽ ഉണ്ടാകുന്ന ജ്ഞാനത്തിന് വിഷയം അത് തന്നെ ആയിരിക്കുന്നുണ്ട്, മറ്റൊന്നുമല്ല. ഇത് പുസ്തകം എന്നുള്ള ഒരു അറിവുണ്ടായിക്കഴിഞ്ഞാൽ അതിന് മേശ വിഷയമാകത്തില്ല, മറ്റേതെങ്കിലും ഒന്നിനത് വിഷയമാകത്തില്ല. അത് വിഷയമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ അറിവ് അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് സ്വാനുഭവസിദ്ധമായ കാര്യമാണ്. ശാസ്ത്രം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞറിയേണ്ടതല്ല. ജ്ഞാനം മേയ വിഷയമാണ്. എന്തുകൊണ്ട് പുസ്തകം അവിടെ വെളിപ്പെടുന്നു? അവിടെ അറിവില്ലായ്മ നശിച്ചു. ഇത് ജ്ഞാനത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇരുളിനെ മുമ്പ് പറഞ്ഞ തന്നെ വിശദീകരിക്കുന്നു. ഇരുളിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വെളിച്ചത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്. അതൊരിക്കലും ഇരുളിന് അവകാശപ്പെടാൻ പറ്റിയ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് പറയാം എന്താണ് ഈ ഇരുളും വെളിച്ചവും എല്ലാം ഒരിടത്തുനിന്ന് തന്നെ ഉണ്ടാകും. ഈ ഒരേ പ്രപഞ്ചത്തിന്റെ തന്നെ അനുഭവമാണ് ഇത് രണ്ടും. ഒരേ അനുഭവത്തിലാണ് ഇത് രണ്ടും നിൽക്കുന്നത്. ഒരിടത്ത് ഇരുളായി അനുഭവം നിൽക്കുന്നു, വേറിടത്ത് വെളിച്ചമായി അനുഭവം നിൽക്കുന്നു. രണ്ടിനും ആധാരം ഒന്ന് തന്നെ, ഒന്ന് തന്നെയാണെങ്കിലും ഇതിന് ഓരോന്നിനും ഓരോ സവിശേഷതകളുണ്ട്. ജ്ഞാനത്തിന്റെ പ്രകാശത്തിന്റെ സവിശേഷതയാണ് ഇരുളിനെ നശിപ്പിക്കുക. ആ സവിശേഷത ഇരുളിനില്ല എന്നുള്ളത് യുക്തിക്കും അനുഭവത്തിനും നമുക്ക് ബോധ്യമായ കാര്യമാണ്. അതിനെ സ്വീകരിക്കാനേ പറയുന്നുള്ളൂ. അതുപോലെ ഈ രണ്ടും അവിദ്യാജന്യമാണെങ്കിലും കർമ്മങ്ങളും അഭ്യാസങ്ങളും എല്ലാം അവിദ്യാജന്യമാണെങ്കിലും ആ അറിവാണ് ഇരുളിനെ നശിപ്പിക്കുന്നത്. മറ്റു തരത്തിലുള്ള കർമ്മങ്ങളല്ലാതെ ഏത് കർമ്മമായാലും ശരി, മാനസികമോ ശാരീരികമോ ഏത് തരത്തിലുള്ള പ്രവൃത്തിയായാലും ശരി, അത് ആ ഇരുളിനെ നശിപ്പിക്കുന്നില്ല. ഇവിടെ അത് വിശേഷം പറയുന്നത് സ്വസ്വരൂപത്തെ സംബന്ധിച്ച്. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഇരുളിനെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ ഇരുള് ശേഷിക്കുന്നില്ലല്ലോ. വെളിച്ചം വന്നു, ഇരുള് പോയി. ഇനി അവിടെ നശിപ്പിക്കാൻ ഒരു ഇരുളെവിടെ ശേഷിക്കുന്നു? ഇനി മറ്റെന്തെങ്കിലും കൊണ്ട് അതിനെ നശിപ്പിക്കാൻ അവിടെ ഇരുളുണ്ടോ? ഉണ്ടെങ്കിലേ മറ്റെന്തിനെങ്കിലും ആശ്രയിച്ച് അതിനെ നശിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊന്നില്ലല്ലോ. അതുപോലെ ശ്രുതി സ്വസ്വരൂപത്തെ ബോധിപ്പിച്ചു. താൻ ഇന്നതാണെന്ന് ഗ്രഹിച്ചവരുടെ കാര്യം എടുക്കുക, ഗ്രഹിക്കാത്തവരുടെ കാര്യം എടുക്കുക. ഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ മാറി. അതിനെ ഇനി നശിപ്പിക്കാൻ വേറെ ഏത് കർമ്മത്തിന്റെ പ്രവൃത്തിയുടെയാണ് ആവശ്യം?
അങ്ങനെ ഒന്നും വരുന്നില്ല. അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. ശരി, ആത്മബോധമുള്ളവനും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്, നാനാതരത്തിലുള്ള വ്യവഹാരമുണ്ട്. അതൊക്കെ എങ്ങനെ നിൽക്കുന്നു? ആത്മബോധം ഇല്ലാത്തവൻ എങ്ങനെ നിൽക്കുന്നു? അതുപോലെ തന്നെ എങ്ങനെയാണ് നിത്യമുക്തമായ ആത്മാവിനെ ആശ്രയിച്ച് ഈ മൂന്നവസ്ഥകളും നിൽക്കുന്നത്? നിങ്ങൾ ആത്മജ്ഞാനിയോ അജ്ഞാനിയോ ആരോ ആയിക്കൊള്ളട്ടെ, ആത്മാവ് നിത്യമുക്തമാണ്. ആ നിത്യമുക്തമായ ആത്മാവിൽ എങ്ങനെ ഈ മൂന്നവസ്ഥകൾ അത് മാറി മാറി കടന്നു പോകുന്നു? അത് തന്നെയാണ് ജ്ഞാനിയിൽ സംഭവിക്കുന്നത്. അത് ജ്ഞാനിയുടെ ജ്ഞാനത്തെ ഭഞ്ജിച്ചിട്ടല്ല, ജ്ഞാനിയുടെ അജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ടല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞില്ലേ, നിത്യമുക്തനായിരിക്കുന്ന തുര്യന്റെ സ്പന്ദനമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ജ്ഞാനിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോധത്തോടുകൂടിയാണ് ജ്ഞാനിയും ഈ അനുഭവത്തെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. അതെങ്ങനെ സംഭവിക്കും? അതിനെന്താ കാരണം? അതാണ് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി. അതിനെ അറിയാത്തവനെ അജ്ഞാനി എന്ന് പറയുന്നു, ഇതറിയുന്നവനെ ജ്ഞാനി എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു ജ്ഞാനത്തിനൊരു സവിശേഷതയുണ്ട്. ഇതെല്ലാം അവിദ്യാകാര്യം തന്നെ, എങ്കിലും ജ്ഞാനത്തിന് മാത്രമേ ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ആത്മാവ് നിത്യമുക്തമായിരുന്നിട്ടും അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി ഈ അവസ്ഥയിലൂടെ സദാ മാറിക്കൊണ്ടിരിക്കുന്നു, സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ജനന മരണങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യമുക്തൻ തന്നെയാണ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തത്വബോധമുള്ളവനോ, തത്വബോധമുള്ളവൻ ആ ബോധം കൊണ്ട് ഇതിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്നു. നിത്യമുക്തൻ തന്നെ ബോധം കൊണ്ട് മുക്തനാകും. അത് ബോധമുണ്ടെങ്കിലേ ആ മുക്തി സാധ്യമാകും. ജീവൻ മുക്തി എന്ന് പറയുന്നത് ബോധമുണ്ടെങ്കിലേ സാധ്യമാകും. നിത്യമുക്തിക്ക് ബോധത്തിന്റെ ആവശ്യമില്ല. അതതിന്റെ സ്വരൂപം തന്നെ. അപ്പോൾ മുക്തി സാധ്യമാണ്. അത് സാധ്യമാകാത്തിടത്തോളം കാലം താൻ ബന്ധൻ തന്നെ, താൻ ദുഃഖിയാണ്, സുഖിയാണ്, താൻ സംസാരിയാണ്, തനിക്ക് ജനന മരണങ്ങളുണ്ട്. പരമാർത്ഥം അതല്ലെങ്കിലും അത് അതിനെ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് അത് അവിദ്യാകാര്യമാണ്. പരമാർത്ഥത്തെ ബോധിച്ചവന് അവന് ആ ബോധം അവനെ സഹായിച്ചു മുക്തിക്ക്. അവൻ ഇതിൽ നിന്നെല്ലാം മുക്തനാണ്. അത് ബോധത്തിന്റെ വിശേഷതയാണ്. അത് ബോധത്തിന് മാത്രമേ അത് സാധിക്കൂ, കർമ്മത്തിനത് സാധ്യമല്ല. അതുകൊണ്ട് ഏകാത്മ്യാനുരോധിത്വം, ബോധം അങ്ങനെയാണ്. വിഷയം എങ്ങനെ? അങ്ങനെ ബോധം. എന്താ ആത്മാവ് അങ്ങനെ ഒരു ബോധത്തിന് വിഷയമാകുമോ? വീണ്ടും പഴയ ചോദ്യങ്ങളെ തന്നെ ഒരു സമാധാനം 100 തവണ പറഞ്ഞാൽ ബോധമില്ലാത്തവന് എപ്പോഴും കാണും ബോധക്കേട്. അത് നമ്മൾ എന്താണ് അവിടെ ആത്മാവിനെ വിഷയമാക്കുക, എന്താണ് ആത്മബോധം, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. തഥാപി അതിശയോധ്യ, എന്നാലും ഒരു അതിശയം കൂടെയുണ്ട്. എന്നുവെച്ചാൽ ഒരു വിശേഷതയുണ്ട്. കർമ്മത്തിനില്ലാത്ത ഒരു വിശേഷത ഈ ബോധത്തിനുണ്ട്. ആ വിശേഷത എന്ന് പറയുന്നത് ആ ബോധമുള്ളവരുടെ അനുഭവസിദ്ധമായ കാര്യമാണ്. എന്താണ് ആ വിശേഷത? അവന് ആ ബോധമില്ലായ്മ മാറി.
ആത്മാ അവിദ്യം അതിക്രമ്യ കർമ്മ ഏകാത്മ്യാനുരോധി തമോമാത്രാഭിജനതോ നാതോ അവിദ്യാം നിഹന്തി തത്. വീണ്ടും അതിനെ തന്നെ ഈ പറഞ്ഞ കാര്യത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞല്ലോ, ശ്രവണ മനനങ്ങളുടെയൊക്കെ പ്രയോജനം അതാണ്. ബോധിച്ച കാര്യത്തെ തന്നെ കൂടുതൽ വ്യക്തമാക്കുന്നു, വ്യക്തമായതിനെ തന്നെ വ്യക്തമാക്കും. അതിനുവേണ്ടി അതിന് പല രീതിയിലും പറയുന്നു, അടുത്ത് മറ്റൊരു രീതി പറയുന്നു. ഏത് തരത്തിൽ ചിന്തിച്ചാലും ശരി, തത്വത്തിന് മാറ്റമില്ല. ഇത്രയേ ഉള്ളൂ. എന്താണോ, അപ്പോഴാണോ ഒരുവൻ ഈ തത്വത്തെ ശ്രവിക്കുന്നത്, അപ്പോൾ അവന് ബോധമുണ്ടാകും, അവന്റെ അജ്ഞാനം നശിക്കുന്നു. അത് ശ്രവിക്കുന്നതിനുള്ള യോഗ്യത അവന് ഉണ്ടെങ്കിൽ. അതില്ലെങ്കിൽ അവനൊന്നും സംഭവിക്കത്തില്ല, അവൻ അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ആ യോഗ്യതയ്ക്ക് വേണ്ടി അവൻ ശ്രമിക്കുക. ഇതാണ് ഇവിടെ പറയുന്നതിന്റെ സാരം.